കോഴിക്കോട്ട് നിന്ന് വരുന്ന വാർത്ത വീണ്ടും തെരുവ് നായ ആക്രമണമുണ്ടായിരിക്കുന്നു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരന് പരുക്കേറ്റു. CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി. രാഹുൽ, തുടർച്ചയായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? തെരുവുനായ ശല്യം ഉള്ള പ്രദേശമാണോ? അനുജ, ഈ സംഭവം നടന്ന കോഴിക്കോട് കുറ്റിച്ചിറയ്ക്ക് സമീപം കോയപ്പറമ്പത്താണ് നമ്മളുള്ളത്. ഈ അക്രമം ഇന്നലെ വൈകിട്ട് 4:30 നടക്കുന്നത്. ഇവിടെയാണ്, അതായത് ഇവിടെ കുട്ടികൾ ഈ റോഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് 5 വയസ്സ് പ്രായമുള്ള ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് കുട്ടി ഇവിടെ ഈ വീട്ടിൻ്റെ മുറ്റത്തു നിന്നും റോഡിലേക്ക് ഇറങ്ങി വരുന്നു. അതിനിടയിലാണ് ഇവിടെ ഈ തെരുവുനായ എത്തുന്നത്. അതിനുശേഷം കുട്ടിയുടെ പുറകെ തെരുവുനായ ഓടുന്നു. അപ്പോൾ ഈ കുട്ടി നിലത്ത് വീഴുകയായിരുന്നു. അതിനുശേഷം കയ്യിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇതാണ് ഇവാന്റെ കൈക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പട്ടിയുടെ നായയുടെ പല്ലുകൾ ഉൾപ്പെടെ കയ്യിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവാന്റെ പിതാവ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചേ? ഇന്നലെ 4:30 ഈ വീട്ടിൽ നിന്ന് നമ്മൾ അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് നായ പുറത്തേക്ക് ഇറങ്ങി വന്ന് പിന്നെ ആക്രമിക്കാനുണ്ടായത്. ഇതിനെക്കാട്ടും ഈ നായ കടിക്കാണ്ട് വേണം അതിന് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. എത്ര ഇഞ്ചക്ഷൻ എല്ലാ മുറിവിലും വെച്ചത്. ആരാണോ ഈ നിയമമൊക്കെ ഉണ്ടാക്കണേ അവരെ ആ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തണം. കാരണം അത്രക്കും വേദനാജനകമാണ്. ഇവാന്റെ ശരീരത്തിൽ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. ഈ ശരീരത്ത് നിലത്ത് വീണപ്പോൾ കയ്യിൽ ആക്രമിക്കുന്നതിനിടെ ശരീരത്തും തലയ്ക്കും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടികൾ ഇവരുടെ കൂടെ കളിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. നമുക്ക് അവരോട് ചോദിക്കാം, എന്താ മോനെ സംഭവിച്ചേ? ഇന്നലെ ഒരു 4:45 ഇവൻ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവിടുന്ന് നേരെ വീട്ടിൽ കയറി. അപ്പോൾ ഇവാൻ അങ്ങോട്ട് പോകുമ്പോൾ നായ ഓടി വന്ന് അവനെ തള്ളിയിട്ടിട്ട് അവനെ കടിച്ചതാണ്. ഇവിടെ നല്ല നായശല്യമുണ്ട്. എങ്ങനെയെങ്കിലും ഈ നായ്ക്കളൊന്ന് പുറത്തോട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോക്കണം. ഞങ്ങൾക്ക് മദർസയിൽ പോകാൻ കഴിയില്ല, സ്കൂളിൽ പോകാൻ കഴിയില്ല, കളിക്കാൻ വരെ കഴിയുന്നില്ല ഈ തെരുവ് നായ്ക്കൾ. മോന് നേരത്തെ പരിക്കേറ്റിട്ടുണ്ടല്ലേ കാലിലൊക്കെ? ഇതെന്ന് പറ്റിയതാ? ഇത് അന്ന് ഉപ്പയുടെ ചാർജർ എടുക്കാൻ പോയപ്പോൾ നായ ഓടിച്ചതാണ്. നായ ഓടിച്ചപ്പോൾ ഞാൻ വീട്. അപ്പോൾ നായി അങ്ങോട്ട് തന്നെ ഓടി. അനുജ, ഇവർ പറയുന്ന അനുസരിച്ച് ആദ്യമായല്ല തെരുവുനായ ആക്രമണം ഉണ്ടാവുന്നത്. ഇവിടെ തുടർച്ചയായി ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. നേരത്തെ ഈ കുട്ടിക്കാണ് പരിക്കേറ്റിരുന്നെങ്കിൽ ഇന്നലെ 5 വയസ്സുള്ള ഇവാന് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി അവൻ്റെ അനിയനാണ്. രണ്ടുപേർക്കും തുടർച്ചയായി ഇവിടെ തെരുവുനായ ആക്രമണം ഉണ്ടാവുന്നു അല്ലേ? എവിടെയുള്ള നായൻ്റെ സൈസൊക്കെ കാണണോ? അത് തിന്ന് കൊഴുത്തിട്ട് ഒരാളെ നമ്മൾ വലിയ ആൾക്കാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും സൈസ് ഉണ്ട് നായ്ക്കൾ. കോർപ്പറേഷൻ പരിധിയിലാണല്ലോ ഈ സ്ഥലം വരുന്നത്. നിങ്ങൾ അധികൃതരെയൊക്കെ അറിയിച്ചിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കൗൺസിലറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും കൃത്യസമയത്ത് ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും കണ്ടുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അനുജ, ഈ കുട്ടിയുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പട്ടിയുടെ പല്ലുകൾ ആഴത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. എന്തായാലും 5 വയസ്സുകാരനാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോവാം. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് നിങ്ങൾ കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലേ? അതായത് നിരന്തരമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോഴേ അതിന് ശക്തമായിട്ടുള്ളൊരു കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് മറ്റുള്ള എല്ലാവരുടെ ഭാഗത്തുനിന്നും ശക്തമായിട്ടുള്ളൊരു നിലപാടുണ്ടാവണം. കാരണം ഈ ചെറിയ കുട്ടികൾക്ക് റോഡരികിൽ വരാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല. അതിന് ശക്തമായിട്ടുള്ള ഒരു നിലപാട് അതിൻ്റെ അതോറിറ്റി സ്വീകരിക്കുന്നതാണ്. അത് തന്നെയാണ് അനുജ പറയുന്നത്. ശക്തമായ നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അനുജ, കോഴിക്കോട്ട് നിന്നാണ് വീണ്ടും തെരുവുനായ ആക്രമണത്തിന്റെ വാർത്ത വരുന്നത്. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരന് പരുക്കേറ്റു. ആ കുട്ടിയുടെ കൈക്കൊക്കെ നല്ല പരുക്കേറ്റിട്ടുണ്ട് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കോർപ്പറേഷൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം.